ഹലോ മൈ ഡിയർ വ്യൂവേഴ്സ്, വെൽക്കം ടു എ ന്യൂ ബ്യൂട്ടിഫുൾ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ ചുമ്മാ ഒരിടത്തും പോകാനില്ലാതെ ഇങ്ങനെ തപ്പിയപ്പോൾ നമുക്കൊരു സ്ഥലം കിട്ടി. അപ്പോൾ നമ്മളവിടെ എന്തൊക്കെയോ പ്രതീക്ഷിച്ച് ഞങ്ങളതേ അങ്ങോട്ട് പോവാണ് കേട്ടോ. ബറോ മാർക്കറ്റ് ലണ്ടനിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്നതും അതുപോലെ തന്നെ വളരെ പ്രശസ്തവുമായ ഒരു ഭക്ഷ്യ മാർക്കറ്റാണ്. ഏകദേശം ഒരു 1000 വർഷത്തോളം ഇതിന് പഴക്കവും ഇതിൻ്റെ ചരിത്രമൊക്കെ ഉള്ളതാണ്. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങളുടെ മുന്നിൽപ്പെട്ട ഒരു സ്റ്റാള് ചെന്നതേ കണ്ടത് ചക്കപ്പഴമായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് നേരം ആ ചക്കപ്പഴമൊക്കെ നോക്കിയിരുന്നു. പക്ഷേ ചക്കപ്പഴത്തിൻ്റെ വില കണ്ടതേ ഞെട്ടിപ്പോയി. ഇതിന് 13.50 അതിൻ്റെ പെർ kg റേറ്റ്. ആ ഒരു സ്റ്റാളിലാണെങ്കിൽ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന എല്ലാ പഴങ്ങളും പച്ചക്കറികളും എല്ലാം അവിടെ കാണാനുണ്ടായിരുന്നു. നമ്മൾ കുറേ നേരം അതിൻ്റെ അകത്തൊരു തിരിഞ്ഞ് നടന്നു. പിന്നെ ഇത് നമ്മൾ നാട്ടിൽ കാണുന്ന നമ്മുടെ കാട്ടിയാമ്പങ്ങ, പിന്നെ മാംഗോസ്റ്റിൻ, പിന്നെ വലിയ ചക്കപ്പഴം തന്നെ ചക്ക ഉണ്ടായിരുന്നു അവിടെ, പിന്നെ കൊക്കോ, അങ്ങനത്തെ ഒരുവിധം മെജോറിറ്റി പഴങ്ങളും പച്ചക്കറികളും എല്ലാം ഒരു കടക്കകത്തുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് നേരം അതിനകത്തൊക്കെ നടന്നിട്ട് നമ്മൾ അടുത്ത സ്റ്റോളിലോട്ട് പോയി. അപ്പോൾ നമ്മുടെ അടുത്ത സ്റ്റോൾ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ എനിക്ക് തോന്നിയത് മെയിനായിട്ട് ആ ഒരു മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ചീസിൻ്റെ സ്റ്റോളുകളാണ്. പലതരത്തിലുള്ള പല കളറിൽ പല ഭംഗിയിൽ ഇങ്ങനെ മുറിച്ച് വെച്ചിരിക്കുന്ന ചീസുകളാണ് ഒരു സൈഡ് ഫുള്ള്. അപ്പോൾ ഈ ഒരു ഫുഡ് മാർക്കറ്റിൽ ഇവിടെ മെയിൻലി ചീസാണ്. പിന്നെ വരുന്നത് പലതരം ബ്രെഡുകൾ, ഡോണറ്റുകൾ, ചോക്ലേറ്റുകൾ, അങ്ങനെ ഇഷ്ടം പോലെ ഫുഡ് സ്റ്റാളുകൾ കൊണ്ട് നിറഞ്ഞ ഒരു സ്ഥലമാണിത്. പിന്നെ ഇവിടുത്തെ ഏറ്റവും ഫേമസ് ഇവിടുത്തെ സ്ട്രോബെറീസാണ്. ഇവിടെ നമുക്ക് എൻ്റെ സ്ട്രോബെറി വിത്ത് ചോക്ലേറ്റ് ഇവിടെ നിന്ന് നമുക്ക് മേടിച്ച് കഴിക്കുകയും ചെയ്യാം. അതല്ലാതെ ഇവിടെ ഇഷ്ടംപോലെ സ്ട്രോബെറികൾ വിൽക്കാനും വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ നമുക്ക് മേടിക്കാൻ വേണമെങ്കിൽ. പിന്നെ നമുക്ക് പല സ്ഥലത്തു നിന്നുള്ള പല രീതിയിലുള്ള ഫേമസ് ആയിട്ടുള്ള കുറേ ഫുഡ് നമുക്ക് ട്രൈ ചെയ്ത് നോക്കണ്ട. നമ്മൾ ഇത്രയും കാലം കണ്ടിട്ട് പോലില്ലാത്ത സൈസ് ഫുഡുകൾ നമുക്കിവിടെ ട്രൈ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ അത് വലിയൊരു ഫിഷ് മാർക്കറ്റൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള മീനൊക്കെ വേണമെങ്കിൽ ഇവിടെ വന്നാലും മേടിക്കാവേ. ഇത് വലിയ നീരാളിയൊക്കെ ഞങ്ങൾ കണ്ടവിടുന്ന്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് ഇവിടുന്ന് സ്റ്റോളിൽ നിന്ന് മേടിക്കുന്ന ഫുഡ് മേടിച്ചിരുന്ന് കഴിക്കാവുന്ന സ്ഥലമാണ്. കുറേ ആൾക്കാർ അവർക്ക് ഇഷ്ടമുള്ള ഫുഡ് മേടിക്കുന്നു, അവിടെ പോയിരുന്ന് കഴിക്കുന്നു. ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇഷ്ടംപോലെ ഫുഡ് സ്റ്റാളുകളും ഉണ്ട്. ഫുഡ് മാത്രമല്ല, ഇങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങളുള്ള സ്റ്റോളുകൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ വൈറൽ സ്ട്രോബെറി കിട്ടുന്ന സ്ഥലം. നമ്മൾ അവിടെ ക്യൂ നിന്ന് നമുക്ക് ആ സ്ട്രോബെറി മേടിച്ച് കഴിക്കാം. അപ്പോൾ ഇവിടെ വന്നിട്ട് ഇത്ര ഫേമസ് ആയ സാധനം കഴിച്ചില്ലേ, ഒരു മോശമല്ലേ എന്നോർത്ത് നമ്മളെന്തേ ഒരു പാക്കറ്റ് മേടിച്ച് രണ്ടുപേരുടെ. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആ സ്ട്രോബെറിക്ക് നല്ല മധുരം, ആ ചോക്ലേറ്റും നല്ല സൂപ്പറായിരുന്നു. ജസ്റ്റ് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഈ ഫുഡ് സ്റ്റാളിനൊക്കെ ഒരു ഓപ്പോസിറ്റ് സൈഡിലോട്ട് ചെല്ലുമ്പോൾ അപ്പുറത്ത് വേറൊരു സ്റ്റാളുണ്ട്. അവിടെയാണെങ്കിൽ ഫുള്ള് മധുരമുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. കുക്കീസും ബ്രൗണീസും പിന്നെ ചീസുണ്ട് കേട്ടോ. ചീസില്ലാത്തൊരു സ്ഥലമില്ല അവിടെ, എല്ലായിടത്തും ചീസുണ്ട്. പിന്നെ ഇഷ്ടംപോലെ കേക്കുകളും പലതരത്തിലുള്ള ബേക്കറി ഐറ്റംസും എല്ലാം ഉള്ളൊരു സ്റ്റോളാണത്. അപ്പോൾ ഇതിനോട് ചേർന്ന് തന്നെ കുറേ ഓപ്പൺ ബാറുകളും പിന്നെ അതുപോലെ തന്നെ കുറേ നല്ല റെസ്റ്റോറൻറ്റുകൾ പോലെയുണ്ട്. നമുക്ക് അവിടെയൊക്കെ ഫുഡ് കഴിക്കുക, ഇരിക്കുകയൊക്കെ ചെയ്യാം. ആ ഒരു പ്ലേസിലാണ് എപ്പോഴും നല്ല തിരക്കാണ്. ഒരു സ്ഥലത്തൊരു പെരുന്നാളിനുള്ള ആൾക്കാരുണ്ട് എപ്പോഴും. അപ്പോൾ ഞങ്ങളതും കുറേ ആൾക്കാരുള്ള ഒരു സ്ഥലം കണ്ടു. അപ്പോൾ അവിടെ ജസ്റ്റ് ഒന്ന് നോക്കി തന്നത് ഒരു വൈൽഡ് മഷ്റൂം റിസോർട്ടോ എന്ന് പറയുന്നൊരു സാധനം, ഒരു മഷ്റൂമിൻ്റെ ഒരു ഐറ്റമാണത്. അപ്പോൾ പുള്ളി ഫ്രീ ആയിട്ട് അത് എല്ലാവർക്കും ട്രൈ ചെയ്യാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളെന്തേ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. കുഴപ്പമില്ല, നമുക്ക് ആ സാധനം ഇഷ്ടപ്പെട്ടായാലും നമ്മളവിടെ നിൽക്കില്ല. പക്ഷേ പുള്ളിയുടെ പ്രസൻറ്റേഷൻ കാരണം നമ്മുടെ അവിടെ നിൽക്കും. പിന്നെ ഇവിടെ കുറേ ചിപ്സിൻ്റെ അവിടെ കുറേ എല്ലാം ട്രൈ ചെയ്യാൻ കൊടുക്കുക. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ആ ചിപ്സും ട്രിപ്പിൾ കുക്ക്ഡ് ചിപ്സ് എന്നൊക്കെയാണ് പറഞ്ഞത്.
പിന്നെ നമ്മൾ കുറച്ച് നേരം നടന്ന് ഇപ്പോൾ നമ്മൾ അടുത്തൊരു മാർക്കറ്റ് വന്നു, ഗ്രീൻ മാർക്കറ്റ്. അവിടെ ഇവിടെ തന്നെ കുറേ തിരക്കൊക്കെ ഉണ്ട്, പിന്നെ കുറേ ആൾക്കാരും ഉണ്ട്. ജസ്റ്റ് ഓരോ പേരിട്ടേക്കുന്ന മാത്രമല്ല, എല്ലാം ഒരു സ്ഥലം തന്നെയാണ്. പിന്നെ നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ അതിൻ്റെ അകത്തോടൊക്കെ തിരിഞ്ഞ് നടന്നു. കാരണം നല്ല രസമാണ് ഇതിൻ്റെ അകത്തോടെ നടക്കാൻ, കാരണം സമയം പോകുന്ന അറിയത്തേയില്ല. അപ്പം നമ്മളൊരു ചീസ് കട ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ വലിയ ഈ പരസ്യത്തിലൊക്കെ കാണുന്ന ഒറിജിനൽ ചീസാന്ന് ഓർത്ത് തൊട്ട് നോക്കാൻ പോയതാണ്. അവിടെ ചെന്നപ്പോൾ അത് വെറും തടിക്കട്ടയായിരുന്നു, ചുമ്മാ അത് ഒരു അലങ്കാരത്തിന് വെച്ച്. അപ്പോൾ ഈ ഒരു മിനി ക്യാബ് സർവീസ് നല്ലതായിരുന്നു, കാരണം ഇതിൻ്റെ അകത്ത് കയറി നമുക്ക് ഈ ഒരു മാർക്കറ്റ് ഫുള്ള് ഈ ഒരു കാറിലിരുന്ന് മൊത്തം കാണാം. അങ്ങനെ ഒരു ദിവസം മുഴുവൻ ബറോ മാർക്കറ്റ് സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ തിരിച്ചു പോവാണ്. നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, കാരണം ഫുഡും ഇങ്ങനെയുള്ള മാർക്കറ്റൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.